എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാം ഇങ്ങനെ വിശദീകരിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ ചാപ്റ്റർ നമുക്ക് കുറച്ചധികം സമയമെടുക്കുന്നത് പോലെ തോന്നുന്നത്. നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അതത് വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. നമുക്ക് ലെങ്തി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ചില വീഡിയോകളൊക്കെ നമ്മൾ 17 മിനിറ്റ് 15 മിനിറ്റ്, ചില വീഡിയോകളാണെങ്കിൽ 10 മിനിറ്റിൽ താഴെയുള്ളതുണ്ട്, ചിലതാണെങ്കിൽ 30 മിനിറ്റിലും 40 മിനിറ്റിനോട് അടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്ക് വൈസാണ് നമ്മൾ ഇത് പറഞ്ഞു പോകുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക, അപ്പോഴാണ് നമുക്കത് ക്ലിയർ ചെയ്ത് തരാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ ഒരു വലിയ ലെങ്തി ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത്. എങ്കിലും നിങ്ങൾ സമാധാനത്തോടു കൂടിയിട്ട് ക്ലാസ്സുകൾ കാണുക. ഇത് 9ാമത്തെ ക്ലാസ്സാണ്. നമുക്കൊരു 3-4 ക്ലാസ്സുകൾക്കുള്ളിൽ തന്നെ നമുക്ക് മാക്സിമം ഈ ചാപ്റ്റർ തീർക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ലൈൻ ബൈ ലൈൻ വായിച്ചു പോവുക എന്നുള്ളൊരു സിസ്റ്റമായിരുന്നല്ലോ നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു 90% നമ്മൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും എല്ലാം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവേദ്യമാകുന്നത് വായു ചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായുചലനങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ മർദ്ദം ഉണ്ടെന്നൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ പറയുമെങ്കിൽ പോലും ഈ മർദ്ദം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അതിന് നമുക്ക് വായുചലനങ്ങൾ നോക്കണം. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വായുചലനങ്ങളാണുള്ളത്. ഒന്നിൻ്റെ പേരാണ് വായുപ്രവാഹങ്ങൾ. നമ്മൾ എയർ കറൻസ് എന്നൊക്കെ നമ്മൾ പറയും. രണ്ടാമത്തെ ആൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അതാണ് കാറ്റുകൾ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവേദ്യമാകുന്നത് വായുചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായുചലനങ്ങളാണ് ഉള്ളത്. ഒന്ന് ഏതാണ്? വായുപ്രവാഹങ്ങൾ. 2 ഏതാണ്? കാറ്റ്. അപ്പോൾ എന്താണ് വായുപ്രവാഹങ്ങളും കാറ്റും തമ്മിലുള്ള വ്യത്യാസം? ലംബദിശയിലുണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങളെ വായുപ്രവാഹങ്ങളെന്നും തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ കാറ്റ് എന്നും വിളിക്കുന്നു. അപ്പം നമുക്ക് 2 വായുചലനങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ആൾ വായുപ്രവാഹങ്ങളാണ്. വായുപ്രവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ലംബദിശയിലുണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങൾ. അതായത് വായു ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ കുത്തനെ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലംബദിശയിലാണ് വായു സഞ്ചരിക്കുന്നതെങ്കിൽ, വായുവിൻ്റെ ചലനം ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് വായുപ്രവാഹങ്ങൾ എന്നാണ്. വായുപ്രവാഹങ്ങൾ എന്താണെന്നപ്പോൾ മനസ്സിലായില്ലേ? ലംബദിശയിൽ, അതായത് ഇങ്ങനെ കുത്തനെ അല്ലെങ്കിൽ അവിടെ മേലെന്ന് താഴോട്ടേക്കോ ഇങ്ങനെയാണെങ്കിൽ നമ്മളതിനെ വായുപ്രവാഹങ്ങൾ എന്ന് വിളിക്കും. എന്നാൽ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. കാറ്റിനെ നമ്മളിവിടെ ഒരു പ്രത്യേക ഒരു ദിശ പറഞ്ഞിട്ടുണ്ട്, തിരശ്ചീന ദിശ എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെയാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? തിരശ്ചീന തലം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. തിരശ്ചീന തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ്, സൈഡ് ടു സൈഡ്. ഇതിനെയാണ് നമ്മൾ തിരശ്ചീന ചലനം എന്ന് പറയാം. നേരത്തെ ലംബതലം പറഞ്ഞു, ഇത് തിരശ്ചീന തലം. അപ്പോൾ തിരശ്ചീന തലത്തിലുള്ള ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ തിരശ്ചീന തലത്തിലൂടെ ഇങ്ങനെ വായു അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് സഞ്ചരിച്ചാൽ മതിയോ? അങ്ങനെയല്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ, ഇതിനെയാണ് കാറ്റെന്ന് പറയുന്നത്. അതായത് കാറ്റ് എപ്പോഴും എങ്ങനെയാണ് വീശുക? കാറ്റ് എപ്പോഴും വീശുക ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. എന്താണ് ഉച്ചമർദ്ദം, എന്താണ് ന്യൂനമർദ്ദം എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്താണ്? മർദ്ദം കൂടിയ സ്ഥലത്തെ നമ്മൾ ഉച്ചമർദ്ദം എന്ന് വിളിക്കും, മർദ്ദം കുറഞ്ഞ സ്ഥലത്തെ നമ്മൾ ന്യൂനമർദ്ദം എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ ഈ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് എങ്ങനെ കാറ്റ് വീശുന്നു? തിരശ്ചീനമായിട്ട് കാറ്റ് വീശുന്നു. കുത്തനെയാണോ? ഇങ്ങനെയാണോ? അല്ല, ഇത് തെറ്റാ, അത് തെറ്റാ, അതല്ല. ഇനിയിപ്പം ഞാൻ വേണമെങ്കിൽ വരച്ചിട്ട് ഇതാ ഇവിടെയാണ് ഉച്ചമർദ്ദം, ഇവിടെയാണ് ന്യൂനമർദ്ദം. അപ്പോൾ എങ്ങനെയായിരിക്കും? എവിടുന്ന് എവിടേക്കായിരിക്കും? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇങ്ങനെയായിരിക്കും. അപ്പം ഒരിക്കലും
മർദ്ദം കുറഞ്ഞ സ്ഥലത്തു നിന്ന് മർദ്ദം കൂടിയ സ്ഥലത്തേക്ക് അല്ല കാറ്റുണ്ടാകുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മർദ്ദം കൂടിയ സ്ഥലത്തു നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പം ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ദിശയിലുള്ള ചലനം. ലംബ ദിശയിലാണോ? ഇപ്പോൾ ഇവിടെ ഉച്ചമർദ്ദമുണ്ട്, ഇവിടെ ന്യൂനമർദ്ദമുണ്ട്, ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതിനെയാണോ നമ്മൾ പറയുന്നത്? അല്ല. അല്ലെങ്കിൽ ഇവിടെ ഉച്ചമർദ്ദമുണ്ട്, ഇവിടെ ന്യൂനമർദ്ദമുണ്ട്, അവിടുന്ന് ഇങ്ങനെ താഴോട്ടേക്ക് കുത്തനെ വരുന്നതിനാണോ പറയുന്നത്? ഇതല്ല കാറ്റ്. കാറ്റെന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള തിരശ്ചീന ചലനം, സൈഡ് ടു സൈഡ്. ഞാൻ ഈ വരച്ച ചിത്രങ്ങളാണ് ശരി. അപ്പോൾ നിങ്ങൾ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഒരു ബേസിക് പോയിൻ്റായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ലംബ ദിശയിലാണെങ്കിൽ അതിനെ വായുപ്രവാഹം എന്ന് പറയും. തിരശ്ചീന ദിശയിൽ മർദ്ദം കൂടിയ സ്ഥലത്തു നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്കാണ് വായു തിരശ്ചീന ദിശയിലാണ് ചലിക്കുന്നതെങ്കിൽ അതിനെ കാറ്റെന്ന് വിളിക്കും. നമുക്ക് പല തരത്തിലുള്ള കാറ്റുകളുണ്ട് അല്ലേ? ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടും കാറ്റുകൾ വരെ നമുക്കുണ്ട്, വിവിധ തരത്തിലുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിൻ്റ്, എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. കാറ്റിനെപ്പോഴും നമ്മളിപ്പോൾ വടക്കൻ കാറ്റെന്നോ തെക്കൻ കാറ്റെന്നോ തെക്കു പടിഞ്ഞാറൻ കാറ്റെന്നോ ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതെങ്ങനെയാണ്? അല്ലെങ്കിൽ കരക്കാറ്റെന്നോ കടൽക്കാറ്റെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അതായത് ഏത് ഭാഗത്തു നിന്നാണോ കാറ്റ് വീശുന്നത് അതനുസരിച്ചിട്ടാണ് കാറ്റിന് പേരിടുക. എങ്ങോട്ടേക്ക് വീശുന്നു എന്നതല്ല, എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. ഉദാഹരണമായിട്ട് തെക്ക് നിന്ന് വടക്കോട്ടേക്കൊരു കാറ്റ് വീശുന്നു, അതിനെ വടക്കൻ കാറ്റ് എന്നല്ല വിളിക്കുക, അതിനെ തെക്കൻ കാറ്റ് എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ കടലിൽ നിന്ന് കരയിലേക്കൊരു കാറ്റ് വീശുന്നു, അതിനെ നമ്മൾ കടൽക്കാറ്റ് എന്ന് വിളിക്കും. തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കാണ് വീശുന്നതെങ്കിൽ അതിനെ കരക്കാറ്റ് എന്ന് വിളിക്കും. അപ്പോൾ എവിടെ നിന്ന് വീശുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കൊരു കാറ്റ് വീശുന്നു, അതിനെ പടിഞ്ഞാറൻ കാറ്റെന്ന് വിളിക്കും. അപ്പം എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. ഓക്കെ, ഉദാഹരണമായി തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളെ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളെന്നും കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റുകളെ കടൽ കാറ്റുകളെന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇന്ത്യയിൽ മൺസൂൺ കാറ്റുകൾക്ക് ദിശയെ അടിസ്ഥാനമാക്കി പേര് നൽകിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് മൺസൂൺ വരുമ്പോൾ നമുക്ക് പഠിക്കാം, മൺസൂണിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകം. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകം കോറിയോലിസ് ബലമാണ്. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഘടകം കോറിയോലിസ് ബലമാണ്. എന്താണ് കോറിയോലിസ് ബലം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ പറയണം. കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായിട്ടും സ്വാധീനിക്കുന്നത് വേറെ രണ്ട് കാര്യങ്ങളാണ്. അതാണ് ഒന്ന് മർദ്ദചെരിവുമാന ബലം, രണ്ട് ഘർഷണബലം. അപ്പം കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്നത് കോറിയോലിസ് ബലം, എന്നാൽ കാറ്റിൻ്റെ ശക്തിയെയും വേഗതയെയും സ്പീഡിനെയും ഒക്കെ നിർണ്ണയിക്കുന്നത് ഏതാണ്? മർദ്ദചെരിവ് ബലവും ഘർഷണ ബലവും. അപ്പോൾ ഇത് രണ്ടും തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ കാറ്റിൻ്റെ ദിശയെ കാറ്റ് വീശുന്ന ദിശയെ സ്വാധീനിക്കുന്നത് കോറിയോലിസ്, എന്നാൽ കാറ്റിൻ്റെ ശക്തിയെയും കാറ്റിൻ്റെ വേഗതയെയും സ്വാധീനിക്കുന്നത് മർദ്ദചെരിവ് ബലവും ഘർഷണ ബലവും. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇത് മൂന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന കോറിയോലിസ് ബലത്തെ പറ്റി പറയാം. ഇവിടെ നിങ്ങളോട് പറയുകയാണ്, കോറിയോലിസ് ബലത്തെ പറ്റി നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എന്താണ് കോറിയോലിസ് ബലം എന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കോറിയോലിസ് ബലം കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അച്ചടിച്ചവർക്ക് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നോക്കാം. എന്താണ് കോറിയോലിസ് ബലം? കോറിയോലിസ് ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം കാരണം ഉണ്ടാകുന്ന ഒരു ബലമാണ്. എന്താ പറയുക, നമ്മൾ ഈ ഫിസിക്സിൽ ഫോഴ്സ് എന്ന് ബലം എന്ന് പറയില്ല, അതേ ബലം തന്നെയാണ് കേട്ടോ. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മുടെ ഭൂമിയുടെ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഭൂമിയുടെ എന്താ പറയുക, ഭ്രമണം എന്ന് പറയുന്ന കാര്യം കൊണ്ട് നമുക്കിങ്ങനെ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി തിരിക്കാമല്ലോ അല്ലേ? ഇത് മേലുള്ളത് ഉത്തരാർദ്ധഗോളം, താഴെയുള്ളത് ദക്ഷിണാർദ്ധഗോളം. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഭൂമിയുടെ ഭ്രമണം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്കൊക്കെ, ഞാൻ പറയുന്ന സെൻറ്റൻസ് അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ പിന്നീട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യം ആദ്യം നിങ്ങൾ കേൾക്കാം. അതായത് ഉത്തരാർദ്ധഗോളം, ഇതാണ് ഈ ഉത്തരാർദ്ധഗോളം അല്ലേ, ഇത് ദക്ഷിണാർദ്ധഗോളം. അപ്പം പറഞ്ഞു വരുന്നത്,
സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവിനും സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവിനും അത് ഉത്തരാർദ്ധഗോളത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവിനും അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിക്കും. അതിൻ്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിക്കും. ഞാൻ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ കുറച്ചൊരു ടൈം എടുക്കും, എങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിൽ ഒരാൾ നടക്കുകയാണ്. അയാൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അയാളുടെ കണ്ണിൽ ഇയാൾ നേരക്കായി നടക്കുന്നുണ്ടാവാം, പക്ഷേ അയാൾക്ക് ചെറിയൊരു ദിശാവ്യതിയാനം വലത്തോട്ടേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഇങ്ങനെ ഒരാൾ നിന്നിട്ട് നടക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വലത്തോട്ടേക്ക് ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഒരാൾ ഇങ്ങനെ വരികയാണ്, അയാളുടെ വലത്തോട്ടേക്ക് അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ദിശാവ്യതിയാനം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരാൾ വരികയാണ്, ഇങ്ങനെ വരുന്ന സമയത്ത് അയാളുടെ വലത്തോട്ടേക്ക് അയാൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവില്ല എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ ഒരു പ്രദേശത്തേക്ക്, ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു ഇപ്പോൾ ഞാനിവിടെ എൻ്റെ സ്കൂളിലേക്ക് നടക്കുകയാണ്, പക്ഷെ ഞാൻ പോലും അറിയാതെ എനിക്ക് വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. കാര്യം എന്താ? നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ സ്കൂളിനും നമുക്കൊക്കെ എന്തുണ്ട്? നമ്മളൊക്കെ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെയാണ് സ്കൂള്. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ ഒരാളുടെ സ്കൂൾ ഇവിടെയാണ്. അയാൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ പറയാണ് അയാൾക്ക് ദിശാവ്യതിയാനം സംഭവിച്ചു എന്ന്, വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ചു എന്ന്. അപ്പോൾ അങ്ങനെയാണ് സ്കൂൾ ഇവിടെ, ഇയാൾ വെടിയാവൂലേ? ഈ പോയിന്റിൽ സ്കൂൾ വെടിയല്ലേ? പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? പക്ഷെ അതല്ല കാര്യം. നമുക്കും സ്കൂളിനും ഒക്കെ എന്ത് വരുന്നുണ്ട്? ഭൂമിയുടെ ഭ്രമണം കാരണം. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഭൂമിയുടെ കറക്കം കാരണം സ്കൂൾ ഇങ്ങോട്ടേക്ക് ആയിട്ടുണ്ടാവും. അത് നമുക്കറിയില്ല. കാര്യം നമ്മളും അങ്ങോട്ടേക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ചപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റാത്തത്? മനസ്സിലാവാത്തതിൻ്റെ റീസൺ. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ സഞ്ചരിക്കുന്നതിൻ്റെ ഇടത്തോട്ടേക്കാണ് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. സ്വതന്ത്രമായി ചലിക്കുന്ന അയാൾക്ക് ഒരു വ്യക്തി, ഇതിപ്പോൾ വ്യക്തിയെ വെച്ചിട്ടാണ് നമ്മളിതൊരു കല്ലെടുത്തെറിയോ അല്ലെങ്കിൽ എന്തിനാണെങ്കിലും എല്ലാ സംഗതിക്കും ഇത്തരത്തിൽ ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു പന്തടിക്കുകയാണെങ്കിലോ ഓക്കെ, ഇപ്പോൾ ഞാൻ ദക്ഷിണാർദ്ധഗോളത്തിൽ ഒരാളാണെങ്കിൽ അയാൾക്ക് ഇടത്തോട്ടേക്കാണ്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കണം. പക്ഷേ അയാൾ പോകുന്നിടത്തേക്കാവില്ല, അയാളുടെ ഇടത്തോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുണ്ടായിരിക്കും അയാളുടെ ഇടത്തോട്ടേക്ക്. എന്നാൽ ഒരാൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇങ്ങനെ വരികയാണ്, അയാളുടെ ഇടത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ചു. ഒരാൾ ഇവിടുന്ന് വരികയാണ്, അയാളുടെ ഇടത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ചു. ഒരാൾ ഇവിടുന്ന് വരികയാണ്, അയാളുടെ ഇടത്തോട്ടേക്ക് ദിശാവ്യതിയാനം സംഭവിച്ചു. പക്ഷേ ഇതൊന്നും നമുക്ക് മനസ്സിലാകില്ല. കാര്യം ഇതിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. ഈ കോറിയോലിസ് ബലം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്? ഭൂമിയുടെ ഭ്രമണം കാരണം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുകയാണെങ്കിൽ ഇതൊരു റോക്കറ്റ് സയൻസാണ് ശരിക്കും. എന്താണ് റോക്കറ്റ്? നമ്മളൊരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് വിടുകയാണ്. പക്ഷേ ഈ കോറിയോലിസ് ബലം ഈ റോക്കറ്റിൻ്റെ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ, ഈ സയൻറ്റിസ്റ്റുകൾക്ക് അറിയില്ലെങ്കിൽ, ഈ റോക്കറ്റ് പോയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പതിക്കും. അപ്പം ഭൂമി ഭ്രമണം ചെയ്യുന്നതാണെന്നും ഈ റോക്കറ്റ് ചിലപ്പം ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങോട്ടാണെങ്കിലും ഇത് വിടുമ്പോൾ അതിന് ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിലും ഒന്ന് വലത്തോട്ടേക്ക് ഒന്ന് ചെരിച്ച് വിടണം, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഒന്ന് ഇടത്തോട്ടേക്കൊന്ന് ചെരിച്ച് വിടണം, അല്ലെങ്കിൽ ഈ ദിശ മാറിപ്പോവും. ഈ ഒരു ബുള്ളറ്റ് ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരാൾ, തോക്കുപയോഗിച്ച് വെടിവെക്കുന്ന ഒരാൾക്കും ഇതേ തത്വം അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കാവില്ല, അവർ ചിലപ്പോൾ നേരെക്കായിരിക്കും വെക്കുക. പക്ഷേ അതിനോടകം തന്നെ ഭൂമിയുടെ കറക്കം കാരണം വലത്തോട്ടേക്കൊന്ന് ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഇടത്തോട്ടേക്ക് അവർ ഏത് അർദ്ധഗോളത്തിലാണോ അതിനനുസരിച്ച് വലത്തോട്ടോ ഇടത്തോട്ടോ പോകും. ഉത്തരാർദ്ധഗോളമാണെങ്കിൽ വലത്തോട്ട്, ദക്ഷിണാർദ്ധഗോളമാണെങ്കിൽ തെക്കോട്ടേക്ക് ദിശാവ്യതിയാനം വന്നിട്ടുണ്ടാകും. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതുകൊണ്ട് വെടിവെക്കുന്ന ആൾക്കാരും ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, തോക്കുപയോഗിക്കുന്ന ആൾക്കാർ, വിമാനം ഓടിക്കുന്ന പൈലറ്റുമാർ ഇത് മനസ്സിലാക്കണം. വിമാനത്തിൽ ഓട്ടോ പൈലറ്റ് എന്നൊരു സിസ്റ്റം തന്നെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പം ഒരു സ്ഥലത്തേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക, പക്ഷേ അതിൻ്റെ വലത്തോട്ടേക്കായിട്ട് നമ്മൾ ചെരിഞ്ഞ് പോകണം അല്ലെങ്കിൽ ഇടത്തോട്ടേക്കായിട്ട് നമ്മൾ ചെരിഞ്ഞ് പോകണമെന്ന് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് മാറിപ്പോകും.
അപ്പം ഈ വിമാനത്തിലാണെങ്കിലും റോക്കറ്റ് സയൻസിലാണെങ്കിലും ഈ ബുള്ളറ്റ് വെടിവെക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തത്വമാണ് ഏതെന്ന് പറയുന്നത്, കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഉത്തരാർദ്ധഗോളത്തിലുള്ള ആൾക്കാർ വലത്തോട്ട് വ്യതിചലിക്കുന്നു എന്നുള്ളതും ദക്ഷിണാർദ്ധഗോളത്തിലുള്ളവർ ഇടത്തോട്ടേക്ക് വ്യതിചലിക്കുന്നു എന്നുള്ളതും കണ്ടോ. ആ ആരോ മാർക്ക് കാണുന്നത്, ഈ വിട്ടുള്ള ആരോ മാർക്ക് കാണുന്നത് ഒരാൾ ഇതാ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ വലത്തോട്ടേക്ക് ചെരിഞ്ഞു. ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്, പക്ഷേ അയാളുടെ വലത്തോട്ടേക്ക് ചെരിഞ്ഞു. ഇങ്ങനെ ഇതാ സഞ്ചരിക്കുന്നു, പക്ഷേ അയാളുടെ വലത്തോട്ടേക്ക് ചെരിഞ്ഞു. ഇങ്ങനെ സഞ്ചരിക്കുന്നു, അയാളുടെ വലത്തോട്ടേക്ക് ചെരിഞ്ഞു. ഓക്കെ, ഇത് ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും വളരെയധികം കൂടും കേട്ടോ. നമ്മൾക്ക് ഈ ഭൂമധ്യരേഖ പ്രദേശത്തൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഈ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ബലം. ഓക്കെ, ഇനി ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ കണ്ടോ, ഇങ്ങോട്ടേക്ക് പോയ ആൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇങ്ങോട്ടേക്ക് പോയ ആൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇങ്ങോട്ടേക്ക് പോയ ആൾ ഇങ്ങോട്ടേക്കാണ്. ഇത് സ്വതന്ത്രമായി ചലിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത് കാറ്റുകൾക്കും ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത. കോറിയോലിസ് പ്രഭാവം ആരെയും ബാധിക്കുന്നുണ്ട്, കാറ്റുകളുടെ സഞ്ചാര ദിശയെയും ബാധിക്കുന്നുണ്ട്. അതായത് കോറിയോലിസ് പ്രഭാവം മൂലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. അപ്പം കാറ്റുകളുടെ ദിശയെയും ഈ കോറിയോലിസ് ബലം സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ വീശുന്ന ഒരു കാറ്റിന് അതിൻ്റെ സഞ്ചാരദിശയുടെ വലത്തോട്ടേക്ക് ദിശാവ്യതിയാനം വരുന്നുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിൽ വീശുന്ന ഒരു കാറ്റിന് അതിൻ്റെ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടേക്ക് വ്യതിചലനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതായത് കോറിയോലിസ് ബലം എന്ന് പറയുന്നത് കാറ്റുകളെ കൂടി ബാധിക്കുന്നുണ്ട്. ഇത് കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഫെറൽ നിയമം എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടാറുണ്ട്. അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല. എന്തായാലും കാറ്റുകളെ കൂടി ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാറ്റ് വീശുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ അത് വീശുന്നതിന് ഒരു വലത്തോട്ടേക്ക് ഒരു ചെരിഞ്ഞിട്ടാണ്. അത് വീശുന്നത് നേരക്കായിരിക്കും, പക്ഷെ അത് വലത്തോട്ടേക്ക് ചെരിയുന്നുണ്ട്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ അത് ഇടത്തോട്ടേക്ക് ചെരിഞ്ഞിട്ടാണ് വീശുന്നത്. അത് നമുക്ക് മനസ്സിലാവില്ല. അതിന് കാരണമാകുന്നത് ഭൂമിയുടെ ഭ്രമണമാണ്. ആ ഭ്രമണം മൂലം ഉണ്ടാകുന്ന ബലമായിട്ടുള്ള കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവമാണ്. അപ്പോൾ ഇതാണ് കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായിട്ടുള്ള കോറിയോലിസ് ബലം. ഇനി നമുക്ക് പറയാനുള്ളത് കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അതാണ് ഒന്ന് മർദ്ദചെരിവ് ബലം, മറ്റൊന്ന് ഘർഷണ ബലം. ഓക്കെ, എന്താണ് മർദ്ദചെരിവ് ബലവും എന്നും എന്താണ് ഘർഷണ ബലം എന്നും നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് മർദ്ദചെരിവ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് മർദ്ദചെരിവ് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയത് ആദ്യം വായിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദചെരിവ്. മർദ്ദ വ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദചെരിവ് ബലം. അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദ വ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദചെരിവ് കൂടുതലെന്നും, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദചെരിവ് കുറവെന്നും കണക്കാക്കുന്നു. മർദ്ദചെരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇനി പറയുന്ന സെൻറ്റൻസുകൾ നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ സ്വന്തമോ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം പറയാം. അതായത് ഞാൻ പറയുന്ന സെൻറ്റൻസ് ഇതാണ്: തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം ഏറെയുണ്ടെങ്കിൽ അവിടെ മർദ്ദചെരിവ് കൂടുതലാണെന്ന് പറയാം. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദചെരിവ് കൂടുതലാണെന്ന് പറയാം. മർദ്ദചെരിവ് കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. മർദ്ദചെരിവ് കൂടുതലാണെങ്കിൽ അവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഐഡിയ വെച്ചുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ നോക്കൂ. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? തിരശ്ചീന തലം എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുന്ന തലം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? തിരശ്ചീന തലം എന്ന് വിളിക്കുക, അല്ലേ? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് തിരശ്ചീനമായിട്ടാണ് കാറ്റ് വീശാറുള്ളത്. അപ്പോൾ ഈ തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദചെരിവ് കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഞാൻ രണ്ട് സ്ഥലങ്ങൾ എടുക്കാം. ഒന്ന് എ എന്ന് പറയുന്ന സ്ഥലം, രണ്ട് ബി എന്ന് പറയുന്ന സ്ഥലം. ഇനി എ എന്ന് പറഞ്ഞ സ്ഥലത്തിലൊരു കാറ്റ് വീശിയാണ്. ഇവിടെ 1010 മില്ലി ബാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചമർദ്ദമാണ്. ഇവിടെ എന്താ പറയുക, ഇപ്പുറത്ത് ഞാൻ എഴുതുന്നത് 1005 മില്ലി ബാറാണ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന സ്ഥലം
ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താന്ന് പറയുന്നത്, കാറ്റ് വീശുന്നത് ഒരു 1005 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്താ ചെയ്യുന്നത്, അതുപോലെ തന്നെ 1008. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എവിടെയൊക്കെ കാര്യം കാറ്റ് വീശ, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് 1010 നിന്ന് 1005 കാറ്റ് വീശുന്നു. ഓക്കെ, ഇനി ബി എന്ന് പറഞ്ഞ സ്ഥലത്തോ 1008 നിന്ന് 1005 കാറ്റ് വീശുന്നു. ഓക്കെ, ഇവിടെ മർദ്ദവ്യത്യാസം നോക്കാം നമുക്ക്. ഇവിടെ എന്താ മർദ്ദവ്യത്യാസം? 1010ഉം 1005ഉം എത്രയാണ് മർദ്ദവ്യത്യാസം? 5 മില്ലിബാറിൻ്റെ മർദ്ദവ്യത്യാസമാണ്. ഇവിടെ എത്രയാണ് മർദ്ദവ്യത്യാസം? 1008 നിന്ന് 1005 3 മില്ലിബാറിൻ്റെ മർദ്ദവ്യത്യാസമാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദചെരിവ് കൂടുതലാണ്. തിരശ്ചീന തലത്തിൽ എവിടെയാണ് മർദ്ദവ്യത്യാസം കൂടുതൽ? 5 മില്ലിബാറും 3 മില്ലിബാറും. എവിടെയാണ് മർദ്ദവ്യത്യാസം കൂടുതൽ? എയിലാണോ ബിയിലാണോ? എയിലാണ് വ്യത്യാസം കൂടുതൽ. മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കൂടുതലാണെന്ന് പറയും? മർദ്ദചെരിവ് കൂടുതലാണെന്ന് പറയും. അപ്പം എവിടെയാണ് മർദ്ദചെരിവ് കൂടുതൽ? മർദ്ദവ്യത്യാസം കൂടിയ സ്ഥലത്ത്. ഇവിടെയല്ലേ മർദ്ദചെരിവ് കൂടുതൽ? അപ്പോൾ ഇവിടെയാണ് മർദ്ദചെരിവ് കൂടുതൽ. ഇവിടെ മർദ്ദചെരിവ് കൂടുതലാണോ? അല്ല, കുറവാണ്. മർദ്ദചെരിവ് കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ എയിലാണോ ബിയിലാണോ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കുക? എയിലായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. തിരശ്ചീന തലത്തിൽ, അതായത് കാറ്റ് വീശുന്ന തലത്തിൽ മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദചെരിവ് കൂടുതലാണെന്ന് പറയുന്നു. മർദ്ദചെരിവ് കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എ എന്ന് പറയാൻ വിളിക്കാം, ഇവിടെ ബി എന്ന് വിളിക്കാം. ഓക്കെ, എയിൽ നോക്കൂ. എയിൽ ഇതാ ഒരു ഉച്ചമർദ്ദ മേഖലയുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യാണ്? ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുകയാണ്. ഇവിടെ 1004 മില്ലിബാർ, 1004 മില്ലിബാറിൽ നിന്ന് 1002, 1998 ഇതിലേക്കാണ് കാറ്റ് വീശിയത് അല്ലേ. അപ്പം മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റ് വീശി. അപ്പോൾ നോക്കൂ, ഇവിടെ എത്രയാണ് മർദ്ദ വ്യത്യാസം എന്ന് പറയുന്നത്? 1004 നിന്ന് 998 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? എത്ര വ്യത്യാസമുണ്ട്? 6 മില്ലിബാറിൻ്റെ വ്യത്യാസമാണ് അല്ലേ. 6 മില്ലിബാറിൻ്റെ വ്യത്യാസമാണ്. എന്നാൽ ബി എന്ന് പറഞ്ഞ സ്ഥലം നോക്കൂ, 1010 നിന്ന് അല്ലേ, 1010 നിന്ന് 998 വീശുന്നത് അല്ലേ. 998 വീശുന്നത്. എത്രയാണ് വ്യത്യാസം? 12 മില്ലിബാറിൻ്റെ വ്യത്യാസമുണ്ട്. തിരശ്ചീന തലത്തിൽ മർദ്ദവ്യത്യാസം എവിടെയാണ്? എയിലാണോ ബിയിലാണോ? എയിലാണോ ബിയിലാണോ? ബിയിലാണ് മർദ്ദവ്യത്യാസം കൂടുതൽ. മർദ്ദവ്യത്യാസം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മർദ്ദചെരിവ് കൂടുതലാണ് എന്ന് പറയും. എന്ത് കൂടുതലാണെന്ന് പറയും? മർദ്ദചെരിവ് കൂടുതലാണെന്ന്. മർദ്ദചെരിവ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ മർദ്ദവ്യത്യാസം കൂടുതൽ ബിയിൽ, അതായത് കാറ്റിൻ്റെ മർദ്ദചെരിവ് കൂടുതലുള്ളത് ബിയിൽ, അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗത കൂടുതലുള്ളതും ബിയിൽ. എയുടെ കാര്യമോ? മർദ്ദവ്യത്യാസം കുറവാണ്, അതുകൊണ്ട് തന്നെ മർദ്ദചെരിവ് കുറവാണ്, അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗതയും കുറവാണ്. മനസ്സിലായോ? അപ്പം ഈ കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ഒരു ആളാണ് നമ്മുടെ കാറ്റിൻ്റെ വേഗതയെയും അതുപോലെ തന്നെ ദിശയെയും സ്വാധീനിക്കുന്ന ദിശയെ സ്വാധീനിക്കുന്ന നമ്മൾ പറഞ്ഞു. കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും സ്വാധീനിക്കുന്ന ഘടകമാണ് ഘർഷണം എന്ന് പറയുന്നത്. എന്താണ് ഘർഷണം? ഘർഷണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് തടസ്സം എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഘർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും. അതായത് കാറ്റ് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് വീശുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ തടസ്സം ഉണ്ടെങ്കിൽ അവിടെ ഘർഷണം കൂടുതലാണ്. എന്നാൽ കാറ്റ് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് വീശുന്നു, അവിടെ ഇടയിൽ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിലോ അവിടെ ഘർഷണം എന്താണ്? കുറവാണ്. അപ്പോൾ തടസ്സം കൂടുതലുള്ള സ്ഥലത്തായിരിക്കുമോ തടസ്സം കുറവുള്ള സ്ഥലത്തായിരിക്കുമോ കാറ്റിൻ്റെ വേഗത കൂടുതൽ? തടസ്സം കുറവുള്ള സ്ഥലത്ത്, അതായത് ഘർഷണം കുറവുള്ള സ്ഥലത്ത്. നോക്കൂ, കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതങ്ങൾ തുടങ്ങിയവ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഘർഷണം കൂടുതലാക്കുന്നത് അല്ലേ. അതൊക്കെ കാറ്റിൻ്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ ഒരു കാറ്റ് വീശുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു കടലിലൂടെ ഒരു കാറ്റ് വീശുന്നു. കടലിൽ ബിൽഡിങ്ങുകളോ കടലിൽ വലിയ പർവ്വതങ്ങളോ കടലിൽ വലിയ കാടും മരങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കാറ്റ് വളരെ ശക്തിയിൽ വീശും, തടസ്സങ്ങളില്ല, ഘർഷണം കുറവാണ്.
എന്നാൽ കാറ്റ് വീശുന്നത് കരയിലൂടെയാണെങ്കിലോ അവിടെ കാറ്റിൻ്റെ വേഗതയെ തടയാൻ ഘർഷണങ്ങൾ കൂടുതലുണ്ട്, തടസ്സങ്ങൾ കൂടുതലുണ്ട്. എന്തൊക്കെയാണ്? വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങളുണ്ടാവും, കാടുകളുണ്ടായിരിക്കും, കുന്നുകളുണ്ടായിരിക്കും, അല്ലേ, മലകളുണ്ടായിരിക്കും. ഇതൊക്കെ കാരണം കാറ്റടിക്കുന്ന സ്പീഡ് വളരെ കുറയും. കാറ്റിൻ്റെ ഘർഷണം എന്തായിരിക്കും? കാറ്റടിക്കുന്ന വേഗതയിൽ അതിന് ഘർഷണം ബലം കൂടുതലാണ്, തടസ്സങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അവിടുത്തെ ഈ പറയുന്ന കാറ്റിൻ്റെ വേഗത കുറയും. അപ്പോൾ ഘർഷണം കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കുറയും. ഘർഷണം എന്ന് ആലോചിക്കുമ്പോൾ തടസ്സം ആലോചിച്ച് വെക്കുക. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും അതുപോലെ തന്നെ കോറിയോലിസ് ബലവും നിങ്ങൾ ഓർത്ത് വെക്കണം. കോറിയോലിസ് ബലം കാറ്റിൻ്റെ ദിശയെയാണ് സ്വാധീനിക്കുന്നത്. എന്നാൽ മറ്റ് രണ്ട് കാര്യങ്ങളും എന്തിനെയാണ് സ്വാധീനിക്കുന്നത്? കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയുമാണ് സ്വാധീനിക്കുന്നത്. ഇനി നിങ്ങൾക്കിവിടെ അനിമോമീറ്ററും വിൻഡ് വെയിനും എന്ന് പറഞ്ഞ രണ്ട് ഉപകരണങ്ങൾ കൂടി കാണാൻ വേണ്ടി പറ്റും. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. എന്നാൽ കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിന്. നിങ്ങൾ ഇതിനോടകം തെർമോമീറ്റർ, മിനിമം മാക്സിമം തെർമോമീറ്റർ, അതുപോലെ തന്നെ ബാരോമീറ്റർ, അല്ലേ, അതിൽ തന്നെ മെർക്കുറി ബാരോമീറ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം അടുത്ത രണ്ട് ഉപകരണങ്ങളാണ് അനിമോമീറ്ററും വിൻഡ് വെയിനും. അനിമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിൻ്റെ വേഗത അളക്കാൻ. മണിക്കൂറിൽ എത്ര വേഗതയിൽ, നമ്മൾ പത്രത്തിലും അല്ലെങ്കിൽ ടി വിയിൽ ചാനലിലൊക്കെ കാണാറുണ്ട്, ഇത്ര വേഗതയിൽ കാറ്റ് വീശുന്നു, വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നൊക്കെ, അല്ലേ. അപ്പോൾ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. കാറ്റിൻ്റെ വേഗത മനസ്സിലാക്കാൻ, സ്പീഡ് മനസ്സിലാക്കാൻ. എന്നാൽ കാറ്റ് ഏത് ദിശയിൽ നിന്ന് ഏത് ദിശയിലേക്കാണ് വീശുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അനിമോമീറ്ററും വിൻഡ് വെയിനും ഇത് രണ്ടും എന്താണ്? രണ്ട് പർപ്പസിനാണ്, രണ്ട് ഉദ്ദേശങ്ങൾക്കാണ്. പക്ഷേ രണ്ടും കാറ്റുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളാണ്. ഒന്ന് വേഗത അളക്കാൻ, മറ്റൊന്ന് ദിശ അളക്കാൻ, ദിശ മനസ്സിലാക്കാൻ. അപ്പം മെർക്കുറി ബാരോമീറ്ററും തെർമോമീറ്ററും ഇപ്പോൾ അനിമോമീറ്ററും വിൻഡ് വെയിനും ഒക്കെയായി ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. എല്ലാത്തിൽ നിന്നും താരതമ്യം ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാറ്റിൻ്റെ പുതിയ മറ്റ് കാര്യങ്ങളുമായിട്ട് വരാം.